നമസ്കാരം. KLTVK യാത്ര അങ്ങനെ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. അതെ, നമ്മളങ്ങ് നോർത്തേൺ യൂറോപ്പിൽ ഫിൻലൻഡിലെ നമ്മുടെ ഹെൽസിങ്കി നഗരത്തിലേക്ക് നമ്മൾ പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എസ്റ്റോണിയയിലാണ്. എസ്റ്റോണിയയിലെ ടാലിൻ എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കപ്പൽ യാത്ര നടത്തിയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് വേറെ ട്രെയിനും പരിപാടികളൊന്നുമില്ല. ബസ് കിട്ടും, ഫ്ലെക്സ് ബസ് കിട്ടും. പക്ഷേ ഫ്ലെക്സ് ബസ് ആണെങ്കിലും ഫ്ലെക്സ് ബസ്സിൽ നമ്മൾ പോർട്ടിൽ വന്ന് ഇറങ്ങി കപ്പലിൽ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ സെൽഫ് പാസഞ്ചറായിട്ട് നമ്മളിപ്പോൾ നേരെ കപ്പലിൽ പോകും. ഇവിടെ നിന്ന് വൈക്കിംഗ് ലൈൻസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫെറി ഷിപ്പിൽ കയറി 2.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഫിൻലൻഡിലേക്ക് എത്തും. യെസ്, അങ്ങനെ നമ്മുടെ 73ാമത്തെ രാജ്യം ഫിൻലൻഡ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ KLTVക്ക് അത്ര തീരാൻ പോവാ, അതിൻ്റെ സന്തോഷം എനിക്കുമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ യാത്ര എങ്ങനെയായാലും ഒന്ന് തീർന്നിട്ട് വേണം വേറെ നല്ല വീഡിയോസ് കാണാമെന്ന്. ശരിയാ, ഞാനും മടുത്തു എന്നല്ല, ലൈക്ക് എന്താ പറയുക, വിൻ്റർ ആയതിൻ്റെ ഒരു ചടപ്പാണ്, അല്ല വേറെ ഒന്നുമില്ല. വിൻ്റർ അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലാക്കി പൊളിച്ചേനെ. പക്ഷേ വിൻ്റർ ആയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. സോറി ഗൈസ്, ഇനി ഇങ്ങനെ ഇത്രയും വലിയ ലോങ് യാത്ര ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ ചെയ്യൂല, മതിയായി. മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം നീളമുള്ള സീരീസ്, അതാണ് നല്ലത്. നമ്മളങ്ങനെ ആ ഒരു പാസഞ്ചർ ടെർമിനലിലേക്കാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓൾഡ് സിറ്റി ഹാർബർ പാസഞ്ചർ ടെർമിനലാണ്, പോർട്ട് ഓഫ് ടാലിൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറേ കപ്പലുകൾ കിടപ്പുണ്ട്. ഇതാ കാണുന്നത് ഒരു ഫെറി ഷിപ്പാണ്. അതിൻ്റെ ബാക്കിൽ അയ്യോ ബാൾട്ടിക് ക്യൂ എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ക്രൂസ് ഷിപ്പ് പോലത്തെ ഒരു കപ്പൽ. അതുപോലത്തെ കപ്പലുകളാണ് ഇവിടെ നിന്ന് മറ്റേ സ്വീഡനിലേക്കൊക്കെ പോകുന്നത്. ഈവൻ ഹെൽസിംഗിയിൽ നിന്ന് പോലും 17 മണിക്കൂർ വരുന്ന ക്രൂസ് യാത്രയുണ്ട് സ്വീഡനിലേക്ക്. അങ്ങനെ പല കപ്പൽ യാത്രകളുണ്ട് ഈ ഭാഗത്തൊക്കെ. ശരിക്കും ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് എനിക്ക് റേറ്റ് വളരെ കുറച്ചാണ് കിട്ടിയത്. 31 യൂറോയ്ക്കാണ് ഞാൻ ഈ ഒരു 2.5 മണിക്കൂറത്തെ കപ്പൽ യാത്ര ബുക്ക് ചെയ്തത്. ലാസ്റ്റ് ടൈമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 യൂറോയ്ക്ക് 20 യൂറോയ്ക്കൊക്കെ കിട്ടേണ്ടതാണ്. വൈക്കിംഗ് ലൈൻ, പിന്നെ വേറെ ഏതൊക്കെയോ കപ്പലുകളൊക്കെ ഉണ്ട്, വേറെ ഏതോ കമ്പനികളുടെ കപ്പലുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ആദ്യം പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. ഡിപ്പാർച്ചർ ഏരിയയിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. ഓ വാവ്, ഇത് വൺ സെറ്റപ്പാണല്ലോ. നല്ല സെറ്റപ്പാട്ടോ, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഇപ്പോൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മളത്. ഓക്കെ, മേളിൽ സെക്യൂരിറ്റി ചെക്ക് വല്ലതും ഉണ്ടാവും. അവർ ക്രൗഡ് കൺട്രോൾ ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. ഇത് ശരിക്കും എയർപോർട്ടിൽ പോയി വിമാനം കയറുന്ന പോലെയാണ് നമുക്ക് ഇവിടെ ഫെറി ടെർമിനലിൽ വന്നിട്ട് നമ്മൾ കയറുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഷെങ്കൻ ഏരിയ ടു ഷെങ്കൻ ഏരിയ ആയതുകൊണ്ട് വേറെ ബോർഡർ ചെക്കിങ് പരിപാടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്കാൻ ചെയ്യുക, പോവുക, സിമ്പിൾ. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. കണ്ടോ, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇത് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ കപ്പലിൽ കയറാൻ വേണ്ടി. ഈ കാണുന്നതാണ് നമ്മളിന്ന് പോകുന്ന വൈക്കിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന കപ്പൽ. അപ്പോൾ നമ്മളെ ആദ്യം കയറ്റും, അതിനുശേഷം വണ്ടികൾ കയറ്റും. താഴെ കാണുന്ന സ്ഥലത്തൂടെയാണ് വണ്ടികൾ കയറുന്നത്. ഈ ഷിപ്പിലേ ആ വണ്ടികളെക്കാട്ടി കൂടുതൽ പാസഞ്ചേഴ്സാണ് ആവുന്നത്. ഭയങ്കര തിരക്കാട്ടോ മൊത്തത്തിൽ. നമ്മൾ ഇതുവരെ ഷിപ്പൊക്കെ തിരക്കില്ലാതല്ലേ കണ്ടത്, പക്ഷേ ഇപ്പം മൊത്തത്തിൽ ഭയങ്കര തിരക്കാണ്. ഇത് ട്രെയിലറൊക്കെ ഈ സാധനം ഇങ്ങനെയാണോ കയറ്റുന്നത്? ഓക്കെ, കണ്ട, അതായത് വണ്ടി ഇപ്പുറത്തിട്ടിട്ട് ആ കണ്ടെയ്നർ മാത്രം ഇതേപോലെ കപ്പലിൽ കയറ്റി വയ്ക്കുന്നത് കണ്ടില്ലേ. നമ്മൾ എയറോ ബ്രിഡ്ജ് പോലത്തെ തന്നെ ഒരു സെറ്റപ്പാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. കപ്പലിലേക്ക് കയറി പോകാൻ വേണ്ടി നേരെ പോയിട്ട് കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്കിലേക്ക് നമുക്ക് ഇതിനകത്ത് ഇതുവഴി പോയി കയറാം. ഈ താഴെ കിടക്കുന്ന കാറ് കണ്ടോ ലൈനായിട്ട്, ഇതൊക്കെ മറ്റേ ഈ ഷിപ്പിനകത്ത് കയറാനുള്ള കാറുകളാണോ. ഈ റൂട്ടിലേ കൂടുതലും ടൂറിസ്റ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പിന്നെ ലോക്കൽസും ഉണ്ട്. ടൂറിസ്റ്റുകളും ലോക്കൽസും രണ്ടല്ലേ ഉള്ളൂ. പക്ഷേ നല്ല പാസഞ്ചർ മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഗ്രീസിൽ പോയ സമയത്തും ഇറ്റലി പോയ സമയത്തൊന്നും ഇത്രയും പാസഞ്ചർ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇവിടെ നല്ല പാസഞ്ചർ മൂവ്മെൻ്റ് ഉണ്ട്. എന്നാലും ഈ കപ്പലേ എത്ര ആക്യുറേറ്റ് ആയിട്ടല്ലേ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന പോലെ എപ്പോഴും ആലോചിക്കും, ഇതിന് നിർത്താനായിട്ട് ബ്രേക്കൊന്നും കിട്ടിയില്ല എന്നുകൊണ്ട് പോയി ഇടിച്ച് കയറൂലെന്ന്. അങ്ങനെ ഇടിച്ച് കയറുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ. നമ്മൾ വിമാനത്തിൽ കയറുന്ന ബ്രിഡ്ജിന് എയറോ ബ്രിഡ്ജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലിൽ കയറാൻ പോകുന്ന ഈ ബ്രിഡ്ജിന് നമ്മൾ എന്നാ പേര് പറയും? കമൻറ്റ് ചെയ്യൂ ഗൈസ്. അയ്യോ നടക്കുന്നേ ചാക്കച്ചിട്ടില്ലേ, ഇവിടെ പുറത്താ. അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് കരുതിയില്ലേ. അയ്യോ, അങ്ങനെ നമ്മൾ കപ്പലിൽ കയറി വൈക്കിംഗ് എക്സ്പ്രസ്. വെൽക്കം ടു വൈക്കിംഗ് എക്സ്പ്രസ്. കപ്പലിൽ കയറിയിരിക്കുകയാണ്. വാവ്, ഇത് സെറ്റപ്പാണല്ലോ, അടിപൊളിയാണല്ലോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കോൺഫറൻസ്, ഫാഷൻ ഷോപ്പ്, പിന്നെ ഇതിനകത്ത് ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. അത് കപ്പൽ ഇവിടെ നിന്ന് വിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഓണാവും. ഇവിടെ സുവനീർ ഷോപ്പ്, ഇത് റിസപ്ഷൻ, അടിപൊളി. റിസപ്ഷനിൽ സിഗരറ്റും പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്.
ഒരു കുപ്പിക്ക് 2.5 യൂറോ ആണ് ഒരു കുപ്പി വെള്ളത്തിൻ്റെ പ്രൈസ്. കപ്പലെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. എന്താ അല്ലേ. ഇവിടെ കോഫി ആൻഡ് സീറ്റ് 12 യൂറോ. അതായത് ഇവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് അകത്ത് കയറിയിരിക്കാം. 12 യൂറോ കൊടുത്തിട്ട് കോഫിയും കിട്ടും, ഒരു ചായ സീറ്റും കിട്ടും. അങ്ങനത്തെ സെറ്റപ്പ്. ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇത് കുറച്ച് കഴിയുമ്പോഴേ ഓപ്പൺ ആക്കുള്ളൂ. നമുക്ക് തൽക്കാലം ഒരു കപ്പൽ ടൂർ നടത്തിയിട്ട് നമുക്ക് പോയിരിക്കാം അല്ലേ. ദൈവമേ, ഇതിനകത്ത് സൂപ്പർ മാർക്കറ്റോ. എൻ്റെ ദൈവമേ, ഇത് തുറന്നിട്ടില്ല കേട്ടോ. ഇതാണ് ശരിക്കുള്ള ഡ്യൂട്ടി ഫ്രീ. ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ടോ നോക്കി. ഇത് സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഡ്യൂട്ടി ഫ്രീ. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ ഏരിയ. അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും കപ്പലിനകത്ത്, ഈ കാര്യത്തിന് മാത്രം. ബാക്കിയുള്ളതിനൊന്നും അല്ല, ഇതിനൊക്കെ റേറ്റ് കുറവായിരിക്കും. പിന്നെ ഇവിടെ കുറേ ഗെയിം കളിക്കുന്ന മെഷീൻസൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര വലിയ കപ്പലാട്ടോ. എന്തോന്നല്ലേ ഇത്. എൻ്റെ ദൈവമേ, ആൾക്കാരൊക്കെ തറയിലൊക്കെ ഇരിക്കുന്നു. ദൈവമേ, ഇതിനകത്ത് സീറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഫുള്ളാന്ന് തോന്നുന്നു കേട്ടോ. നോക്കി, അടിപൊളി. ഇത് താഴെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ആൾക്കാർ. ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് നോക്കട്ടെ. ഇവിടെ ലഗേജ് റൂം എന്നും പറഞ്ഞുകൊണ്ടൊരു റൂം കാണാം. അതെന്നെ പരിപാടി, ലഗേജ് വെക്കുന്ന റൂമാണോ? ഇവിടെ ഹാൻഡ് ലഗേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെക്കാം. നമ്മുടെ ഓൺ റിസ്കിൽ വെക്കണം, വേറെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. ഇവിടെ തന്നെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഇത് മറ്റേ ലോക്കർ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക ആൾക്കാരല്ലേ. ഓക്കെ, ബാഗൊക്കെ വെക്കുന്നതിന് വേണ്ടി. അടിപൊളി. താമസിച്ച് കയറിയതുകൊണ്ട് ലഗേജ് വെക്കുന്ന സ്ഥലമൊക്കെ കാലിയായി. ഇത് ബാറാണേ. ബാറിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതായത് മറ്റേ കുറച്ച് കഴിയുമ്പോൾ പാട്ടൊക്കെ പാടാൻ ആൾ വരുമായിരിക്കും. അടിക്കേണ്ടവർക്ക് 2.5 മണിക്കൂർ അടിച്ച് കിണ്ടിയിരിക്കുക. ഇത് കിട്ടില്ല കപ്പലാട്ടോ. ഇത് പൊളിച്ച് ഇല്ലേ. ഇത് 2.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഇതേ കപ്പൽ തന്നെയാണ് ഇവർ 16 മണിക്കൂർ 17 മണിക്കൂറുള്ള ഹെൽസിങ്കി സ്റ്റോക്ക്ഹോം റൂട്ടിൽ ഓടിക്കുന്നത്. ഒക്കെ തുറന്നിട്ടില്ല. അതൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഇടിയായിരിക്കും മിക്കവാറും. അതുകൊണ്ട് ബാർ കൗണ്ടർ, പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ക്ലബ്ബുണ്ട്, പിന്നെ കോഫി ഷോപ്പുണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എന്തൊക്കെയുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേസ് ഇതിനകത്ത്. നോക്കി, അടിപൊളി. തണുപ്പായതുകൊണ്ട് പുറത്ത് പോയി നിൽക്കാൻ മാത്രം പറ്റുകയല്ല, ബാക്കി എല്ലാ സെറ്റപ്പും ഓക്കെയാണ്. വാവ്, ഇത് കൊള്ളാലോ. ഇത് മറ്റേ സെറ്റപ്പാണ്. ഇതാ മറ്റേ ഇത് ഫുഡ്. ഇതൊക്കെ തന്നെയല്ലേ, ഫുഡൊന്നും അല്ല, ലിക്കറാണ് മൊത്തം. കണ്ടോ, നൈസ് ഗൈസ്, സൂപ്പർ ഗൈസ്, അടിപൊളി ഗൈസ്. അത് ഈ കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കപ്പൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പൊളി കപ്പൽ. എനിക്ക് ബാഗ് വെക്കാൻ മാത്രം സ്ഥലം കിട്ടിയില്ല. അയ്യാ, ചേട്ടന്മാരൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ലോക്കറുണ്ട്. ഇതിൽ ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇംഗ്ലീഷ് റിസർവ് ന്യൂ ലോക്കർ മീഡിയം. ഉണ്ട്. 4 മണിക്കൂർ 5 യൂറോ. യെസ്, സ്കാൻ യുവർ ബോർഡിംഗ് പാസ്. അതും വേണോ? സ്കാൻ ചെയ്തു. കംപ്ലീറ്റ് ദ ട്രാൻസാക്ഷൻ. ഇനി പൈസ കൊടുക്കാനാണ് പറയുന്നത്. 5 യൂറോ കൊടുക്കാൻ പറയുന്നുണ്ട്. കാർഡ് ടാപ്പ് ചെയ്യുക. 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോക്കർ ഓപ്പൺ ആവും. സെൻഡ് എ കോപ്പി. ഐ ഡോണ്ട് നീഡ് എ റെസിപ്റ്റ്. ഓപ്പൺ ഡോർ. 111 ഓപ്പൺ ആയി കേസ്. അടിപൊളി, കൊള്ളാം. ഇനി ഇതെങ്ങനെയായിരിക്കും തുറക്കുന്നേ? യെസ്, ഇത് അടച്ചാൽ ലോക്കാവോ? ലോക്കായില്ലേ? അടച്ചു കഴിഞ്ഞാൽ ലോക്കായി. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി റിട്രീവ് ഫ്രം ലോക്കർ എന്ന് പറയുമ്പോഴത്തേക്കിനും ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്താൽ മതി. ഓക്കെ, പെർഫെക്റ്റ്. സംഭവങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. എന്തൊക്കെ പരിപാടികളല്ലേ ഇത്. മറ്റേ കാസിനോ പോലത്തെ പരിപാടികളാണ്. അതൊക്കെ കപ്പലിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ ലോക്കർ കൊണ്ട് നമുക്ക് വലിയ ബാഗ് അതിനകത്ത് വെക്കാൻ പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ നടക്കണ്ടേ. ഇനി കുട്ടികൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുപോലത്തെ സംഭവമുണ്ട്. ഇതൊക്കെ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് നമ്മൾ മറ്റേ ലുലുമാളിലൊക്കെ പോയി കളിക്കുന്ന പോലത്തെ തന്നെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കാം. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. നമുക്കിനി മുകളിലത്തെ നിലയിൽ പോയി നോക്കാം. ഈ ഫ്ലോറിൽ എന്തൊക്കെയാണ് പരിപാടിയെന്ന് നോക്കാം. ഇവിടെ ബ്ലൂ ഡൽഹി എന്നും പറഞ്ഞുകൊണ്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിലെ കസ്റ്റമേഴ്സിന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അതായത് ഇതിനകത്ത് കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി കുറച്ച് സുവനീറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. തൊപ്പി സാധനങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ബുഫേ ബുഫേക്ക് അത്യാവശ്യം നല്ല കത്തിയായിരിക്കും. ഓരോ സാധനത്തിനും പ്രൈസ് പ്രത്യേകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് ഓരോ സാധനങ്ങളുടെയും പ്രൈസ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷേ കൊള്ളാം കേട്ടോ. നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കാണാൻ എന്ത് ലുക്കെന്നറിയാം. ഓരോന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം വന്നേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഫുഡൊന്നും വേണ്ട. പിന്നെ ഇവിടെ ഡ്രിങ്ക്സ് ഉണ്ട്. ഇത് ഫ്രൂട്ട് ബാർ എന്നും പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസും പിന്നെ അതേപോലെ പെപ്സി, കൊക്കക്കോള അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഇവിടെ സലാഡുണ്ട്. അവിടെ ഒരു ലൈവ് കൗണ്ടറുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സലാഡ്സ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഇതെല്ലാം മറ്റേ ബുഫേ സെറ്റപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാം. പിന്നെ അതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ജ്യൂസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.
ഒക്കെ റീസണബിളി പ്രൈസ്ഡ് ആണ്, അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ കോഫി ടീ സ്റ്റേഷനുണ്ട്, നമുക്ക് ചായ കാപ്പി അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി പുറത്തിരുന്ന് കഴിക്കാം. പിന്നെ സിഗരറ്റ് എല്ലായിടത്തും വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ സിഗരറ്റ് കിട്ടും, അങ്ങനെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പ്, അതായത് വൺ സെറ്റപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുള്ളൂ. തൊട്ടിപ്പുറത്ത് വേറൊരു റെഡ് റോസ് കഫേ ഉണ്ട്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇതിനകത്ത് വരുന്ന ആളുകൾക്ക് ഇവരുടെ നിന്ന് തന്നെ എങ്ങനെയൊക്കെ പൈസ ഊറ്റി വാങ്ങിക്കാനുള്ള വകുപ്പെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്, ഇവർക്കും ഉണ്ട്. വേറെ ഒന്നുമില്ല, എല്ലാ സെറ്റപ്പും ഇവരുടെ കയ്യിലുണ്ട്. അതാണ് പരിപാടി. ഇവിടെ എന്തോരം ഇത് ആ കപ്പലിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഫ്ലോറിൽ. ഇതെന്താ സംഭവം, ഇതിവരുടെ എന്തൊക്കെയോ റൂട്ടിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെയുണ്ട് കളിക്കുന്ന സ്ഥലങ്ങൾ. നോക്കൂ, പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വെറുതെ ഇരിക്കും ഇല്ലല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് പിള്ളേർ ബഹളം ഉണ്ടാക്കി വരത്തില്ലേ, വാദം പറഞ്ഞുകൊണ്ട് പോകത്തില്ലേ, അതാണ് സംഭവം. പിന്നെ ഇവിടെ നമുക്കൊരു കിഡ്സ് പ്ലേ ഏരിയ കാണാം. ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, അടിപൊളി പോലെ. ഇവിടെ കുറേ ലഞ്ച് ബോക്സുകൾ വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ. പിന്നെ വൈൻ ബോട്ടിൽസ്, ബിയർ, ഇത് വൺ സെറ്റപ്പ് ആട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ കയറിയ കപ്പൽ വെറും കൂതറയായിരുന്നു, 10-25,000 രൂപ എടുത്തിട്ട് അതിൽ യാത്ര ചെയ്തിട്ട് ഒരു കുന്തവും ഇല്ലായിരുന്നു. ഇതിനകത്ത് പിന്നെ റൂംസും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ 2 മണിക്കൂർ യാത്രയ്ക്ക് ആരും റൂം എടുക്കില്ലല്ലോ, എടുക്കുന്നവരുണ്ടാവും പക്ഷേ 2 മണിക്കൂർ യാത്രയ്ക്ക് നോർമലി ആരും അങ്ങനെ റൂം എടുക്കില്ല. ഇതേ കപ്പൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫിൻലാൻഡിലേക്കും ഫിൻലാൻഡിൽ നിന്ന് സ്വീഡനിലേക്കൊക്കെ ഓടിക്കുന്നത്, പല റൂട്ടുകളിലേക്ക്. ഇവിടെ ഫുള്ള് കപ്പലുകളുടെ കളികളാണ് മൊത്തം. അപ്പോൾ അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. കുട്ടികൾ കളിക്കുന്നു, പാരൻസ് കള്ളു കുടിക്കുന്നു, ഫുള്ള് സെറ്റപ്പാണ് കഴിച്ച അടിപൊളി. ഇത് കൊള്ളാട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ പോയി നോക്കാം എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ക്രൂസ് ട്രിപ്പിൻ്റെ മറ്റൊരു വേർഷൻ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. പിന്നെ ക്രൂസിൽ നമ്മളെല്ലാം ഓൾ ഇൻക്ലൂസീവാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് വേറെ കോഫി ഷോപ്പ്, അടിപൊളി. ഇതെന്തോന്നടേ, ഇത് ബിസ്ട്രോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആൾക്കാരിരുന്ന് ചുമ്മാ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് വെറുതെ ഇരിപ്പുണ്ട് കുറേ പേര്, ചില ആൾക്കാർ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ഇത് കപ്പലിൻ്റെ മുകളിലത്തെ നിലയിൽ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഇത് തന്നെയാണല്ലോ ദൈവമേ, ഇത് തന്നെ. ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടോ, ഇതെന്തിനാണെന്നറിയാമോ? എന്തിനാന്ന് നോക്കട്ടെ. ദീസ് ടേബിൾസ് ആർ ഓൺലി ഫോർ ബിസ്ട്രോ കോഫി കസ്റ്റമേഴ്സ്. ഇത് കോഫി ഷോപ്പിനാണോ ഈ ക്യൂ നിൽക്കുന്നതല്ലോ? ഇത് ദ ബൊഫേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബൊഫയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവർ ക്യൂ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എന്തോ ഒരു സെറ്റപ്പുണ്ട്. ഇത് ബിസ്ട്രോ കോഫി എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടോ, അടിപൊളി. അങ്ങനത്തെ എന്തോ സെറ്റപ്പ്. ക്യൂ വരെ നിന്ന ആൾക്കാർ ഫുഡ് കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് നല്ല തിരക്കാണേ, അടിപൊളി മോനെ. പട്ടിയോ, ഇത് പെറ്റ്സ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് പെറ്റ്സ് ഏരിയ ആയിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ പട്ടിയൊക്കെ ഇരിക്കുന്നത്. പെറ്റ്സിനെ കൊണ്ട് കെട്ടുന്ന സ്ഥലം. ആടാം എടുക്ക, കൊള്ളാലോ നീ. നമുക്കിനി ഇതിൻ്റെ മേളിൽ പോയി നോക്കാം എന്നാ പരിപാടി എന്നുള്ളത്. ഏറ്റവും മേളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. സൺഡെക്കിലേക്ക് ഇത് എനിക്ക് തോന്നുന്നു റൂംസ് ആണെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് റൂംസ്, ഇതിനകത്ത് റൂമുകൾ. ഇത് ഇവിടെയും വന്ന ഒരാൾ പുറത്ത് കിടക്കുന്നത് എനിക്ക് അടിപൊളി. ഓ വാ, നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. കപ്പലിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ നമുക്ക് പോവാം. അതിനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്, അടിപൊളി. ഇതെനിക്ക് തോന്നുന്നു ഈ കപ്പലിൻ്റെ സാറ്റലൈറ്റ് മറ്റേ ഇൻ്റർനെറ്റിന് വേണ്ടിയുള്ള എന്തോ പരിപാടികളുടെ സിഗ്നലിങ് സംഭവങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സമ്മർ ആകുമ്പോഴത്തേക്കിന് തണുപ്പില്ലാത്ത സമയത്ത് ഇവിടെയൊക്കെ നിറച്ചാളായിരിക്കും, പുറത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഇതിപ്പോൾ തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ടാണ് പുറത്ത് ആരും ഇല്ലാത്തത്. ഇതിപ്പോൾ സിഗരറ്റ് കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു സെറ്റപ്പ് ഈ കപ്പലിനകത്ത് ഉണ്ടാവുമെന്ന്. സാധാരണ ഒരു ചെറിയൊരു സംഭവമായിരിക്കുന്നതായിരുന്നു ഇത്. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് വൻ സെറ്റപ്പാണ്. ഇതിലും വലിയൊരു കപ്പൽ അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് എന്നാ സെറ്റപ്പായിരിക്കും എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വാവ്, ഇവിടെ താഴെയൊക്കെ എൻ്റെ പൊന്നോ, അത് കേട്ടോ അവിടുത്തെ സെറ്റപ്പ് കണ്ടില്ലേ? അവിടെ പോയിരിക്കാം കേട്ടോ. നോക്കി അവിടെയൊക്കെ മറ്റേ നല്ല അടിപൊളി ചെയറുകൾ ഇട്ടിരിക്കുന്നത് കണ്ടോ. അവിടെ താഴെ ബാറും ഉണ്ട് കേട്ടോ, ആ കാണുന്നത് ബാറാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ്, സമ്മറിലൊക്കെ ഇത് പൊളിയായിരിക്കും. അവിടെ ബാൾട്ടിക് ക്വീൻ എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്രൂസ് കിടപ്പുണ്ട്, ആ കാണുന്നത്. അത് ഇതിൻ്റെ ഡബിളുണ്ട്. അത് ഇതിൻ്റെ ഡബിളല്ല, ഇതിൻ്റെ ഡബിൾ ട്രിപ്പിൾ എന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ശരിക്കും ഒരു പാസഞ്ചർ ക്രൂസ് ആണ്, അതായത് ഫെറി അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഇത് മറ്റൊരു എന്താ പറയുക, ഇത് കാർഗോ ഷിപ്പ് എന്തോ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എസ്റ്റോണിയോട് വിട പറയുകയാണ്. എസ്റ്റോണിയോട് വിട പറഞ്ഞ് നമ്മൾ ഈ കപ്പലിൽ നമ്മൾ പോകുന്നു ഫിൻലാൻഡ്. ഇതൊക്കെ ഫുള്ള് മറ്റേ സ്മോക്കേഴ്സ് ഏരിയ ആണ്. സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളാണ് ഫുൾ ഇവിടെ വന്നിരിക്കുന്നത്.
എൻ്റെ അമ്മോ കൊള്ളാം. എന്തായാലും പരിപാടി അടിപൊളിയാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങി വന്നേ. താഴേക്ക് വന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ബാറുണ്ടെന്ന്. ഇത് പക്ഷേ ഇപ്പോൾ വിൻ്ററിൽ പൂട്ടി കിടക്കുന്നത്, സമ്മറിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന ബാറാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൊളിയാട്ടോ സംഭവം. ഇവിടെ എല്ലാം കസേരകളൊക്കെ ഇട്ട് സംഭവം അടിപൊളിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. കപ്പലിൻ്റെ ഫ്രണ്ടാണിത്, ഫ്രണ്ട് സൈഡാണ്. കപ്പലിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ ഫിൻലൻഡിൻ്റെ ഫ്ലാഗാണ് കാണുന്നത്, ഫിൻലൻഡിൻ്റെ ഫ്ലാഗ്. പിന്നെ ഇത് കപ്പലിൻ്റെ നെക്സ്റ്റ് ഡെക്കിലേക്ക് ആ കാറുകൾ പോയി കയറുന്ന പരിപാടിയാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ? അതായത് ഈ കാറുകൾ ഇത് കണ്ടോ, കാറുകൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയിട്ട് അതിലേ കൂടെ വന്ന് ഇപ്പുറത്തുകൂടെ ഇതിൻ്റെ മേളിൽ ഇതിനകത്ത് ഈ വണ്ടി നമ്മളിപ്പം പാസഞ്ചേഴ്സിന് വേണ്ടി 2-3 ഡെക്കുകളില്ലേ, അതേപോലെ തന്നെ വണ്ടികൾക്ക് വേണ്ടിയും 3-4 ഡെക്കുകളുണ്ടാവും. താഴെ ട്രക്കുകൾ, പിന്നീട് അങ്ങോട്ട് ഡിഫറെൻറ്റ് ഡെക്കുകൾ എന്നൊക്കെ പറഞ്ഞുണ്ടാവും. നമുക്ക് എന്തായാലും അകത്ത് പോയിരിക്കാം. നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ കപ്പൽ വിട്ടതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാൻ പോകാം. അതുകൊണ്ടല്ലേ സൺടെക് ബാർ, അതാണ് പരിപാടി. നമുക്ക് താഴെ എവിടെയോ ഞാനിങ്ങനെ സ്ഥലം കണ്ടായിരുന്നു. അതെവിടെയാണ് നോക്കട്ടെ. വെൽക്കം ടു ക്ലബ് എക്സ്. നമുക്ക് തൽക്കാലം ക്ലബ് എക്സിൽ ഇരിക്കാം. സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സീറ്റുണ്ടോ? സീറ്റ് ഉണ്ടെങ്കിൽ ഫുള്ളായല്ലോ ഗൈസ്. ഇവിടെ സീറ്റ് ഫുള്ളായല്ലോ. സീറ്റ് നഹീഹേ, അതും ഫുള്ളായോ? ഞാൻ പോയി എവിടെയെങ്കിലും തറ ഇരിക്കേണ്ടി വരും മിക്കവാറും. അതെ, ഇരിക്കാൻ സുഖമുള്ള എല്ലാ സീറ്റുകളും പോയിട്ടോ. നമുക്ക് മേളിൽ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ വല്ല സീറ്റ് ഉണ്ടോ പോയി നോക്കാം. ഇതിപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം തറയിലിരിക്കുന്നത് അല്ലേ. ഞാനിങ്ങനെ കപ്പൽ ടൂർ നടത്താൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും സീറ്റെല്ലാം പോയി, ഫുള്ളാണ്. എനിക്കങ്ങനെ ഒരു ടേബിൾ കിട്ടി ഫൈനലി. ഞാനിവിടെ എൻ്റെ ടേബിളിൽ വന്നിരുന്നു. അപ്പോൾ വേറെ ചെയ്യാനില്ല. കസേരയും ടേബിളും. എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ചന്തയായില്ല ഇത് മൊത്തം. ഞാനവിടെ കുറേ നേരം ഇരുന്ന് എൻ്റെ പണിയൊക്കെ ചെയ്ത് കൊടുത്തു. നമ്മൾ എത്താറായത്തേനും എല്ലാവരും കൂടെ പുറത്തേക്ക് ഓടുന്നുണ്ട്. കടലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. എന്തൊന്നുകൂടെ ഇത് ഇതിനകത്ത് മൊത്തം മദ്യം. അയ്യോ, ഫുള്ള് ബിയറും കുപ്പിയും സാധനങ്ങളും ബ്രീസറും ചോക്ലേറ്റും. തനി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എന്താണോ ആളുകൾ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ. ഇതൊക്കെ ഭയങ്കര ചീപ്പ് കേട്ടോ എല്ലാം. മോനെ തകർത്ത്. എൻ്റെ അമ്മ, ഇതെന്തോന്ന് ഇത് വലിയ കുപ്പി നോക്കി. എന്ത് വലിയ കുപ്പിയാണ് അത്? 2 അടി നീളം ഉണ്ടാകും കുപ്പിക്ക്. 75 യൂറോ വലിയ കുപ്പിക്ക്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് വേറെ ലോകമാണ് കേട്ടോ. ഇത് കണ്ടോ, BSOP കോണിയാക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് എടുത്ത് അടിക്കാം. എന്നിട്ട് അനൗൺസ് ചെയ്യാണ് പുള്ളി. ഉണ്ടല്ലേ, എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്. ഫ്രീ ആണ്. ടെസ്റ്റിംഗ് എന്തൊന്നടേ ഇത് കുടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. കുടിയന്മാർക്ക് വേണ്ടി കേട്ടോ മൊത്തം. ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്ന് വേണമെങ്കിലും പോയിരുന്ന് അടിക്കാം. എല്ലാ ടച്ചിങ്സും സാധനങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ കുന്തവും ഉണ്ട് ഇവിടെ. എനിക്ക് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പാണ്. പിന്നെ അത് മാത്രമല്ല ഇരുട്ടുകയും ചെയ്തു. സോ അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നിയില്ല. ഇവിടെ പ്രീ ഓർഡർ ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. എന്തൊക്കെയാണ് ഇത് ശരിക്കും എയർപോർട്ടിലുള്ള പോലെ തന്നെ സെയിം സംഭവം. അയ്യോ, നമ്മൾ എത്താറായി, പക്ഷേ ഇരുട്ടി. അതാണ് പ്രശ്നം. പുറത്ത് പോയിട്ടൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ ഫിൻലൻഡ് എത്തി. നമുക്കിനിപ്പോൾ ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകണം, പുറത്തിറങ്ങണം. നമുക്ക് തിരിച്ച് ബാഗ് എടുക്കാനായിട്ട് നമ്മളത് സ്കാൻ ചെയ്യുക. like continue your reservation. I want to keep using my locker. Now I want to empty my locker now. Yes. 111 open door. Yes. Open ആയല്ലോ. അയ്യോ, പുറത്തേക്ക് ഇറങ്ങാൻ ഇടിയാണല്ലോ ഗൈസ് ഇവിടെ. ബൈ കപ്പൽ വൈക്കിംഗ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കപ്പലായിരുന്നു. നമ്മൾ ഇവിടെ ഇറങ്ങുന്നു, അപ്പുറത്ത് വാഹനങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോർട്ട് ഓഫ് ഹെൽസിങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ കസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ അതിലും തണുപ്പാണല്ലോ. പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ ട്രാമുണ്ട് സംഭവം. അവിടെയാണെങ്കിൽ ഒടുക്കത്തിടി. കപ്പലിലെ ആൾക്കാർ ഫുൾ ഇറങ്ങി വന്നതല്ലേ. പാപി ചെല്ലുന്ന പാതാളമാണല്ലോ ഇവിടെ. കാറ്റ്, ദൈവമേ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്ത കാറ്റ്. ഇതാണ് നമ്മളെ ഫെറി ടെർമിനൽ, പോർട്ട് ഓഫ് ഹെൽസിങ്കിയിലെ ഫെറി ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ട്രാമിൽ കയറി പോകുന്ന പോക്ക് ഒരു 1.5 പോക്കായിരിക്കും. ആൾക്കാരൊക്കെ പെട്ടി സാധനങ്ങളും ബാഗും ഒക്കെ ആയിട്ട്. അയ്യോ ഗമ്മോ, അവിടുത്തെ ട്രാമിൽ ഭയങ്കര തിരക്കാണ്. അതുപോലെ 10 മിനിറ്റ് കൂടുമ്പോഴേ ട്രാമുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നൈസായിട്ട് അവിടെ നിന്നൊരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് വേറെ ഏതോ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടും എന്നൊക്കെ ഇങ്ങനെ കണ്ടു. സോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ തണുപ്പാ, കൈയൊക്കെ വിറയ്ക്കുന്ന. ഗ്ലൗസ് ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത് റിബൽ ഈറ്റ്സാ, റിബൽ ടേസ്റ്റി യെസ് നോ മീറ്റ് യെസ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. കണ്ടോ ഗൈസ്, വലിയ തിരക്കില്ലാത്ത ട്രാം കിട്ടി ഗൈസ്.
അതിൽ കയറി ഞാൻ എന്തൊന്ന് സെനാദിന്തൂരി, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, സെനാദിന്തൂരിയിൽ വന്നിറങ്ങി. ഇനി എനിക്ക് വേറൊരു ട്രാമിലും കൂടെ കയറണം. നമുക്ക് എവിടെ പോകണം? ഹോട്ടലിലെത്താനായിട്ട്. വന്നല്ലോ വനമാല. വീണ്ടും തിരക്കില്ലാത്ത ട്രാം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇതെന്തോ ഫ്ലിക്കറിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ ട്രാമിനകത്ത്. എന്നാ പറ്റിയോ? ഡിസ്പ്ലേ അടിച്ചു പോയോ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ട്രാമിനൊക്കെ നല്ല കത്തിയാട്ടോ. ഒരു ഫെയർ എന്ന് പറയുന്നത് ഏതാണ്ട് 3 യൂറോയോ ആ റേഞ്ച് എങ്ങാണ്ടാ. എൻ്റെ ദൈവമേ, ഹെൽസിങ്കി ആയതുകൊണ്ടായിരിക്കും ഹെസ്ബർഗർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടുത്തെ ട്രാമെല്ലാം ഫുൾ പച്ചയാണല്ലോ. ഇത് ഫുൾ പച്ചയുടെ കളികളാണല്ലോ ഇവിടെ. എന്തായാലും ഞാൻ എൻ്റെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലില്ലേ, അതേ ഹോട്ടലുകാർക്ക് ഇവിടെ ഹോട്ടലുണ്ട്. അവിടെ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ താമസം അടിപൊളിയായിരുന്നു. മറ്റേ സിറ്റി ബോക്സ് എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ അവിടത്തേനെക്കാട്ടി കുറച്ച് പൈസ കൂടുതലാണ് ഇവിടെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. എത്തി ഗൈസ്, സിറ്റി ബോക്സ്. വലിയ ദൂരമില്ല കേട്ടോ, പെട്ടെന്ന് എത്തി. ജപ്പാനൊക്കെ പോലെ ഒരു ഹോട്ടലിൽ കയറി വരുമ്പോഴത്തേക്കിനും ഒരു സ്റ്റാഫിനെ പോലും കാണാൻ പറ്റാത്ത ഒരു സെറ്റപ്പാണ് ഇത്. കണ്ടോ, ഇതാണ് റിസപ്ഷൻ. ഉണ്ടല്ലോ, റിസപ്ഷനിൽ 4 കമ്പ്യൂട്ടറാണ് വെച്ചിരിക്കുന്നത്. തന്നെ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. പിന്നെ കുറേ കമ്മ്യൂണിറ്റി ഏരിയ ഉണ്ട്. സെറ്റപ്പ് ഐഡിയ, നല്ല കിടുക്കാച്ച ഐഡിയ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക, ചെക്ക് ഇൻ ചെയ്യുക. അപ്ഗ്രേഡോ, എൻ്റെ റൂം അപ്ഗ്രേഡ് ചെയ്തു എന്നവർ. അടിപൊളി. അപ്ഗ്രേഡഡ്. ചെക്ക് ഇൻ ചെയ്യുക. കാശ് കൊടുക്കണം, 63 യൂറോ. കാശ് ഓൺലൈനായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ booking.com വഴി ബുക്ക് ചെയ്താൽ. അപ്പോൾ നമ്മളിവിടെ ടച്ച് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പ്രിൻറ്റിങ് 523 റൂം നമ്പർ. എന്നിട്ട് മെസ്സേജൊക്കെ വരും കേട്ടോ, 523 എന്ന് പറഞ്ഞുകൊണ്ട്. 523. എനിക്ക് എക്സ്ട്രാ കീ വേണോ? വേണ്ട, ഒരെണ്ണം മതി. 523. ഓക്കെ, എക്സിറ്റ്. കണ്ടോ, ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ പരിപാടിയല്ലേ. കയറി വരിക, ടാപ്പ് ചെയ്യുക, 5 വെക്കുക, 5th ഫ്ലോർ, 523. ലഗേജ് സ്റ്റോറേജ് ഉണ്ട്, പിന്നെ ഇവിടെ ലോണ്ട്രി ഉണ്ട്, പിന്നെ അയണിങ് റൂം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ റൂം എവിടെയാണ്? സെറ്റപ്പ് ആട്ടോ. എന്ത് വൃത്തിയില്ല ചെയ്തിരിക്കുന്നത്, എന്ത് അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കൺസെപ്റ്റ്. അതായത് മിനിമൽ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. വേറെ ഫ്രണ്ട് ഡെസ്ക് അത് ഇതൊന്നും പറഞ്ഞ് ആൾക്കാരും ഇല്ല. മിനിമൽ സ്റ്റാഫിനെ വെച്ച് ഒരു ഹോട്ടൽ റൺ ചെയ്യുകയാണ്. എത്ര അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നത്, എത്ര കിടുക്കാച്ചയായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഐ ജസ്റ്റ് ലൈക്ഡ് ഇറ്റ്. ഉണ്ടോ, സിമ്പിൾ പരിപാടി. അപ്ഗ്രേഡ് ചെയ്ത് തന്ന റൂമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണോ നോക്കട്ടെ. ഞാൻ സാധാരണ ചെറിയ സ്മോൾ ഡബിൾ റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വാവ്, നല്ല സ്പേഷ്യസ് മുറിയാണല്ലോ. നൈസ്, പൊളിച്ചില്ലേ? അത് കൊള്ളാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറി കിട്ടി. പിന്നെ വേറെ എന്താണ്, ടോയ്ലറ്റും എല്ലാം നല്ല നീറ്റാണ് കേസ്. എല്ലാം അടിപൊളിയാണ്, കിട്ടുവാണ് സംഭവം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഇവരുടെ ഈ ഹോട്ടൽസ് ആണെങ്കിൽ. ഷവറൊക്കെ കണ്ടില്ലേ, ഫുള്ളി പാർട്ടീഷൻ ചെയ്ത ഷവർ. ഇതൊക്കെ ഉണ്ടല്ലേ, അടിപൊളി ഗൈസ്. ഇത് സെറ്റപ്പ് സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടാ. രാവിലെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാവരും നടന്നിറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവരുടെ ഒരു ആപ്പുണ്ട്, ഈ കാണുന്ന ആപ്പ് വഴി ഞാൻ ഒരു 1 ഡേ ടിക്കറ്റ് പാസ് എടുത്തിട്ടുണ്ട്. അതെടുത്തില്ലെങ്കിൽ നമുക്ക് 100 യൂറോ ആണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എടുത്തില്ലെങ്കിൽ ഫൈനെന്ന് ഞാൻ വായിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഒരു ആപ്പ്, ഇവിടെ ഹെൽസിങ്കി പബ്ലിക് ട്രാൻസ്പോർട്ട് ആപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ഓറഞ്ച് കളറ്, ഓറഞ്ച് കാവി അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഈ കളർ മെട്രോയ്ക്ക് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ വിവാദവും. ഈ കളറൊക്കെ വൈൻ വിവാദമല്ലേ. ചില ആൾക്കാർക്ക് ഈ കളറൊന്നും ഇഷ്ടമല്ല. അയ്യോ, എന്താ അല്ലേ. ഇങ്ങനെ ഫിൻലൻഡിലെ കാവി കളർ മെട്രോ, ഇതിനകത്ത് മൊത്തം കാവിയാണല്ലോ. അടിപൊളി, സീറ്റ് വരെ കാവിയാണ്. ഈ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാഴ്ചയാണ്. ആളുകളൊക്കെ ഓട്ടോ ആയിരിക്കും. എന്താ എങ്ങോട്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലർ ജോലിക്കായിരിക്കും, ചിലർ സ്കൂളിലേക്കായിരിക്കും, ഓഫീസിലേക്കും, ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ ആയിരിക്കും. ഫുൾ എങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞ് ഓടുന്ന ജനങ്ങളെയാണ് നമ്മൾ ഏത് ടൗണിൽ സിറ്റി പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൊത്തം മൂടിപ്പുറച്ച കാലാവസ്ഥയാണല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും വെയിലെന്ന് പറഞ്ഞാൽ സംഭവം വരുന്നില്ല. താഴെ കാക്കിയായിരുന്നെങ്കിൽ മേളിൽ പച്ചയാട്ടോ. മേളിലത്തെ ട്രാം പച്ചയാണ്, നമ്മൾ ഇന്നലെ കണ്ടല്ലേ, പച്ച ട്രാം. താഴെ മെട്രോ ആണെങ്കിൽ കാക്കി, ട്രാം ആണെങ്കിൽ പച്ച, എല്ലാ കളറും കൊടുത്തിട്ടുണ്ട്. കളർഫുൾ സിറ്റിയാണ്. രാവിലെ 9:53. രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. എല്ലാം ക്ലോസ്ഡ്. ഇതെന്താ, മാക്ഡൊണാൾഡ്സ് ഉണ്ടാവും ഓപ്പൺ 24 hours. ബാക്കി എല്ലാം ഇതായിരിക്കും അവസ്ഥ. ക്ലോസ്ഡ് എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. മാക്ഡൊണാൾഡ്സ് തന്നെ ശരണം, അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്ത് അവിടെ ഇത് മാക്ഡൊണാൾഡ്സ്. അപ്പട്ടെ, ഈ സംഭവം അടിപൊളിയാട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഈ ഇവിടുത്തെ ഈ മെട്രോ
മെട്രോ അല്ല, ട്രാം സൂപ്പർ സാധനം. ഇവിടെ 2-3 പള്ളിയൊക്കെ ഉണ്ട്. ഹെൽസിംകിയിൽ കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കുറച്ച് സാധാരണ സിറ്റിയിലുള്ള പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇതെന്താ സംഭവം? ഇത് ഹോട്ടലല്ലേ? NH കളക്ഷൻ ഗ്രാൻഡ് ഹാൻഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് കൊള്ളാം. അപ്പോൾ ഇവിടെ 1-2 പള്ളികളൊക്കെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികൾ. അത് കാണാൻ പോകാമെന്ന് കരുതിയാണ് ഞാൻ മറ്റേ ടിക്കറ്റൊക്കെ എടുത്തത്. അന്നേരമാണ് ശരിക്കും നമ്മുടെ ഫിൻലൻ മല്ലു എന്ന് പറഞ്ഞൊരു യൂട്യൂബറിലൂടെ ഉണ്ടല്ലോ, ഞാൻ എന്താ അദ്ദേഹത്തിൻ്റെ കാര്യം ഓർത്തത്. പുള്ളിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. സോ പുള്ളി വാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആക്ച്വലി വാസയിലോട്ട് തന്നെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മെക്ഡൊണാൾഡ്സ് എവിടെയാണ്? അതെ, അവിടെ വാസയിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഹീസ് ദായിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ വാസയിൽ ഇവിടുന്ന് ട്രെയിനുണ്ട് വാസയ്ക്ക്. ഇത് റെഡാണല്ലോ, വിശന്നിട്ടിരിക്കുക അന്നേരം റെഡ്. അപ്പോൾ വാസയിലേക്ക് ട്രെയിനിൽ പോയിട്ട് നമുക്ക് പുള്ളിനെ മീറ്റ് ചെയ്യാം. എന്നിട്ട് നാളെ അവിടെ നിന്ന് നമുക്ക് ഫെറി എടുത്തിട്ട് നമുക്ക് സ്വീഡനിലേക്ക് പോകണം. അതാണ് പ്ലാൻ. ഇവിടെ നിന്ന് സ്വീഡൻ ഫെറി 16-17 മണിക്കൂർ എടുക്കും. വാസയിൽ നിന്ന് 4 മണിക്കൂർ മതി ഫെറി. പിന്നെ ഫെറി എടുക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ 2 ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യണം. എന്നാലേ ഫെറി എടുക്കാതെ നമുക്ക് സ്വീഡനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നില്ലേ? അല്ല ഗൈസ്, ഇതൊക്കെ പുതിയ കെട്ടിടങ്ങളാണ്. അപ്പുറത്ത് പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടോ? പഴയ കെട്ടിടത്തിൻ്റെ സ്റ്റൈലിൽ പുതിയ കെട്ടിടം പണിയും. അതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. ഇതെന്തോ ഇത് ജയിലോ? അല്ലോ, അയ്യോ, ഫുൾ സെറ്റപ്പാണല്ലോ. രാവിലെ ഇവിടെ ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ആരും ഇല്ലെന്ന് തോന്നുന്നു, 4 പേരേ ഉള്ളൂ. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാലി മെക്ഡൊണാൾഡ്സ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാലിയായിട്ട് കാണുന്നത്. സാധാരണ സ്ഥലത്ത് മെക്ഡൊണാൾഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇടിയിരിക്കും. ഇതാണ് ബർഗർ. എന്തോ ഒരു ബർഗർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബർഗറാണ് ഇത്. ജീരക വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട്, ജീരക വെള്ളം പോലത്തെ എന്തോ ഒരു ചായ. ഹലോ ഗൈസ്, നെക്സ്റ്റ് ഡേ മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വളരെ കംഫർട്ടബിളായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് പോവാണ്. ബൈ 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 റൂം. എല്ലാം അടുത്തല്ലോ അല്ലേ? യെസ്, എവറിത്തിങ് ഇസ് ടേക്കൺ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം, ലേറ്റായി. ഓക്കെ, എല്ലാം അടുത്തല്ലോ അല്ലേ? എപ്പോഴും എൻ്റെ സംശയമാണ്, എല്ലാം അടുത്തല്ലോ എന്നുള്ള സംശയം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറച്ച് സമയം ഇവിടെ ഹെൽസിങ്കിലുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലിമിറ്റഡ് സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കണ്ടു തീർക്കാം. അതിന് മുമ്പ് ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ബാഗ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പോകാം. ചെക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബുക്കിംഗ് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കഴിയുമ്പോഴത്തേക്കിനും ചെക്കൗട്ട് കൊടുക്കുക. എന്നിട്ട് സുജിത്ത് ചെക്കൗട്ട് കൊടുക്കുക. എന്നിട്ട് താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് us. ഇൻസേർട്ട് കീ കാർഡ് ഇൻസേർട്ട് ചെയ്യുക. പോയി, സിമ്പിൾ പരിപാടിയാണ്. ഡൺ. ഓക്കെ, യെസ്, ഡൺ. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് ഈ കാണുന്ന സംഭവങ്ങളുണ്ടോ? ഇത് താഴെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. ഇത് കണ്ടില്ലേ? എനിക്ക് ഇതിൻ്റെ മേളിലാണ് ഞാൻ താമസിച്ചത്. ഇവിടെ മെട്രോ ഒക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി സെറ്റപ്പാണല്ലോ. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഈ ഷോപ്പിംഗ് മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി അണ്ടർഗ്രൗണ്ട് മെട്രോ. ഫുഡ് കോർട്ടൊക്കെയാണ്. പക്ഷേ രാവിലെ 9 ഉള്ളൂ, ആരും തുറന്നിട്ടൊന്നുമില്ല. എല്ലാവരും തുറന്ന് വരുമ്പോഴത്തേക്കിനും 11-12 ആവും. ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ബ്രഞ്ചിൻ്റെ ആൾക്കാരാണ്. ഇവിടെ നിന്ന് രാവിലെ 11 മണിക്ക് ഞാനിപ്പോൾ വാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ട്രെയിനിൽ കയറണം. 11 മണിക്ക് കയറി കഴിഞ്ഞാൽ 12, 1, 2, 3, 4 മണിക്കൂറിൽ നമ്മൾ വാസ എത്തും. സ്റ്റേഷൻ കൊള്ളാട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ? ചെറിയ സ്റ്റേഷനാണെന്നുണ്ടെങ്കിലും അടിപൊളി ഡിസൈൻ. എനിക്ക് അവിടുത്തെ ആ വർക്കൊക്കെ കണ്ടോ? അതായത് ആ ഭാഗത്തെ വർക്ക് കണ്ടോ? ആ വർക്കൊക്കെ കൊള്ളാം. പിന്നെ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ട് കൊള്ളാം. ഒരു ക്യൂട്ട് സ്റ്റേഷൻ. തണുപ്പായതുകൊണ്ടല്ലോ എവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഈ ആന ഡോറ് 2 ഉണ്ടാവും. ഈ 2 ഡോറ് തുറന്നാൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അതൊരു കടയാണെങ്കിലും വീടാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണെങ്കിലും. ഓ വാവ്, ഇത് കൊള്ളാലോ, നൈസ്. ഷാൻലിയറൊക്കെ തൂക്കിയിട്ട് നല്ല ക്ലാസിക് ഫീലുള്ളൊരു സ്റ്റേഷൻ. അടിപൊളി. ഇത് കണ്ടോ? റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു കിഡിലൻ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. വാ, എൻ്റെ പൊന്നെ, അത് പൊളിച്ചിട്ടോ. നോക്കി, അത് കൊള്ളാമല്ലേ? എന്ത് രസമാണ് കാണാനായിട്ട്. ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. ഓ, അത് കിഡു സ്റ്റേഷൻ. ഇത് പൊളിച്ച്. ഹേയ്, കൊള്ളാലോ, അടിപൊളി സ്റ്റേഷനാണ്. ഇത് മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ട്രെയിൻ 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമുള്ള ട്രെയിനിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 19 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഡബിൾ ഡെക്കർ ട്രെയിനുകളൊക്കെയാണെന്ന് തോന്നുന്നു. VR. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ട്രെയിനിൽ കയറിയില്ല എന്നുള്ള നമ്മുടെ ആ ഒരു സംഭവം നമുക്ക് മാറി കിട്ടും. വാസ വരെ പോകുന്ന ഇവരുടെ ഇൻ്റർസിറ്റി ട്രെയിനാണ് ഈ കാണുന്നത്. വാസയിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിൻ, ഡബിൾ ഡെക്കർ ട്രെയിൻ. എനിക്ക് തോന്നുന്നത് താഴെ നോർമൽ ക്ലാസ്സും മുകളിൽ ഫസ്റ്റ് ക്ലാസ്സും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് റെസ്റ്റോറൻറ്റും ഉണ്ട്. കൊള്ളാമല്ലോ. റെസ്റ്റോറൻറ്റിൻ്റെ കൊച്ചി കയറി നോക്കി എങ്ങനെ പരിപാടിയുള്ളത്. ഓ വാവ്, ഇത് സെറ്റപ്പാണല്ലോ. ഇതാണ് റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടില്ല. ട്രെയിൻ വിടുമ്പോൾ തുറക്കുമായിരിക്കും. ഇത് ഇവിടെ ഇത്തരത്തിൽ
ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഭയങ്കര സംഭവം കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ട്രെയിനിൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരണം, പാൻട്രി കാർ മാറ്റിയിട്ട്. എന്നിട്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാവണം. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ മുകൾ ഭാഗം, ഇത് കണ്ടില്ലേ, അതായത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണേ. നമുക്ക് ഇത് ഇങ്ങോട്ട് നോക്കിയിരുന്നൊക്കെ ഫുഡ് കഴിക്കാം, തിരിച്ച് മറിച്ച് നോക്കിയിടാം സീറ്റുകൾ. അടിപൊളി, നൈസ്. ട്രെയിനിൻ്റെ മുകളിൽ ഇങ്ങനത്തെ സീറ്റാണ്. നോക്കി, ഇത് കണ്ടോ, നമ്മുടെ ട്രെയിൻ മറ്റേ ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ് സീറ്റ് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. അടിപൊളിയാണിത്. ഇതിനെങ്ങനെയാണ് വേറെ പൈസ കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ക്വയറ്റ് സോണാണ്, അതായത് മിണ്ടായിരിക്കണം അവിടെ, നമുക്ക് മിണ്ടായിരിക്കണ്ട. ഇതെന്തോ സാധനം? ഇതെന്താണെന്ന് മനസ്സിലായോ? ഫോണിൽ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. അതായത് ഇത് തുറന്നിട്ട് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് വേണം ഫോണിൽ സംസാരിക്കാൻ, അതിന് വേണ്ടിയുള്ള സ്ഥലം. അതായത് മിണ്ടരുതെന്ന്, അതായത് പുറത്തൊന്നും ഇരുന്ന് സംസാരിക്കരുതെന്ന്, അതാണ് സംഭവം. എക്സ്ട്രാ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലം. നമുക്ക് താഴെ ഇരിക്കാം, നമുക്ക് താഴെ മതി, അതല്ലേ നല്ലത്. ഇതൊക്കെ പരിപാടികളല്ലേ. ഇത് കണ്ട് സംഭവം, ഇതൊക്കെ എന്തോന്നടേ ഇതിങ്ങനെ അടച്ചൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി. ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണോ ഇനി? ഇതെന്ത് പ്രൈവറ്റ് ക്യാബിൻ പോലൊക്കെ. യു ക്യാൻ ബുക്ക് ദിസ് കമ്പാർട്ട്മെൻറ്റ് ഫോർ യുവർ ഓൺ യൂസ് അറ്റ് വെബ്സൈറ്റ്. ഇത് മാത്രമായിട്ട് അടച്ചിട്ടിട്ട് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനത്തെ പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള സെറ്റപ്പ്. അടിപൊളി. ജേമിനി ഞാൻ എവിടെ പോയി ഇരിക്കും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എവിടെ ഇരുന്നാലും പണിയാണല്ലോ. എന്താ സെറ്റപ്പ്? ഇതെന്ത് ക്ലാസ്സാണ് ഇത്? ഇത് ലോക്കലാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ ഇരിക്കാം, മുകളിലിരിക്കാം. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. സംഭവം ഒക്കെ കൊള്ളാം, പക്ഷേ സീറ്റ് ഇരിക്കാനൊരു സുഖമില്ല കേട്ടോ. ഇരിക്കാൻ സുഖമില്ലെന്ന് പറഞ്ഞാൽ മറ്റേ ഹെഡ് റെസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ സീറ്റിൻ്റെ ഒരു ഡിസൈൻ, എർഗണോമിക്സ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ സമയം കറക്റ്റ് 11:03 ആയപ്പോഴത്തേക്കിനും നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുകയാണ്. പാരലൽ റണ്ണാണല്ലോ. അത് ഇതൊരു ലോക്കൽ ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ എല്ലാം ഡിഫറെൻറ്റ് മൾട്ടി കളർ ട്രെയിനുകളാണ് കേട്ടോ. ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ, കൊള്ളാല്ലേ. ഞാൻ ഇരുന്ന സീറ്റ് പോയി ഗൈസ്. എൻ്റെ സീറ്റ് 2 തവണ ഞാൻ മാറിയിട്ടില്ല എൻ്റെ വന്നു. അതായത് എന്താ പറയുക, ഇതിന് റിസർവേഷൻ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ലല്ലോ, അതുകൊണ്ട്. ഏതോ ഒരു വലിയൊരു ലേക്കാണ്. ആ ലേക്കൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഫുൾ ഐസായി കിടക്കാം, ഫുൾ ഫ്രോസൺ ആണ്. ബോട്ടൊക്കെ എടുത്ത് മേളിൽ വെച്ചിരിക്കുന്നത് കണ്ടോ. എന്തോന്നടി ഇത്, സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു ഭംഗിയില്ല. വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ കാണാനായിട്ട് ചുമ്മാ ഇങ്ങനെ ചാരം നിറം ഇങ്ങനെ ഈ ഒരു കളറിൽ ഇങ്ങനെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു ഭംഗിയില്ലെന്നേ, അതാണ് പ്രശ്നം മൊത്തത്തിൽ. നമ്മളങ്ങനെ സൈന ജോക്കി എന്നും പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന ജോക്കി സത്യം പറഞ്ഞുണ്ടല്ലോ എന്ത് ബോറാണ് പുറത്ത് കാണാനായിട്ട്. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്, ഒരു കുന്തവുമില്ല. ഇത് മൊത്തം മഞ്ഞ് വീണ് സ്നോ വീണ് വൃത്തിയുടെ കിടക്കുന്ന സ്ഥലം, ഒരു ഭംഗിയില്ലാത്ത സ്ഥലം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ, സമ്മറി കാണണം, ഭംഗി കാണാൻ. വിൻ്ററിൽ ഇങ്ങനെയാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇച്ചിരി വെയിൽ കാണുന്നത്. ഒയ്യോ, ഇങ്ങനൊരു വെതർ കിട്ടുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു. ഇത്രയും ദിവസം വെയിലും ഇല്ല, ഒരു കുന്തവും ഇല്ല, മടുത്ത്.
എൻ്റെ ദൈവമേ, നമ്മളങ്ങനെ ദേ കുറച്ച് ബ്ലൂ സ്കൈ. ഇതെന്താണിത്? ബ്ലൂ സ്കൈയാ? ബ്ലൂ സ്കൈ ഒക്കെ ഭയങ്കര സംഭവം കേട്ടോ, ഒന്നും കാണാൻ കിട്ടാറില്ല ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഈ ഭാഗത്ത് വെയിൽ വന്നു. അതുമാത്രമല്ല, ഈ പാടങ്ങളൊക്കെ മഞ്ഞില്ലാത്ത കുറച്ച് പാടങ്ങളായിട്ട് ഫീൽ ചെയ്തു. കൃഷിക്ക് റെഡിയായി കിടക്കുന്ന ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന പാടങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കാണുമ്പോഴത്തേക്കിനും. എന്തായാലും ഇത് കൃഷി ചെയ്ത് കിടക്കുമ്പോൾ വേറെ ഭംഗിയായിരിക്കും. ആകെപ്പാടെ കുറച്ച് സമയമല്ലേ ഉള്ളൂ സമ്മർ, പക്ഷേ എന്നാലും ആ സമ്മറിൽ അതൊരു അടിപൊളിയായിട്ട് കൃഷി ചെയ്യും കേട്ടോ. ഇവിടെ തടി കച്ചവടമുണ്ട് തോന്നുന്നു കേട്ടോ. തടി ഇതുണ്ടല്ലോ, എന്തോ ഫാക്ടറിയാണ്. അപ്പോൾ തടിയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ, അതിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് നമ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്ത് തടിയാണെന്ന് എനിക്കറിയത്തില്ല, പൈനായിരിക്കും. കുറേ ഉണ്ടല്ലേ, കൊള്ളാം. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ വെള്ളമൊക്കെ ഐസ് കിടക്കുന്നുണ്ട്. അവിടെ അതൊക്കെ വെള്ളമായി ഇനി ഫുള്ള് ചെളിയായിരിക്കും. ഈ ഐസ് ഉരുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മൊത്തം എല്ലായിടത്തും ചെളിയായിട്ട് ആകെ കുളമായിരിക്കും. അതാണ് അവസ്ഥ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്ന ഒരു കെട്ടിടം നോക്കി. എൻ്റെ പൊന്നോ, ഏത് സമയത്ത് താഴെ വീഴും. അതെന്താ ലോറി ട്രാക്ക്? ഞാൻ വിചാരിച്ച ട്രെയിനാണെന്ന് കേട്ടോ, തടിയും കൊണ്ട് പോകുന്ന ലോറി. ആ റെയിൽവേ ട്രാക്കിൽ വരെ ഐസ് ആയി കിടക്കുക കണ്ടില്ലേ എന്നൊക്കെ. അങ്ങനെ നമ്മൾ വാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാസ എന്ന് പറയുന്നത് ഇവരുടെ പോർട്ട് സിറ്റിയാണ്, ഇവിടുത്തെ ഒരു പോർട്ട് സിറ്റിയാണ്. പക്ഷേ ഇവിടെ നിന്ന് സ്വീഡനിലേക്ക് 4 മണിക്കൂറേ ഉള്ളൂ. അതായത് ഫിൻലൻഡിൽ നിന്ന് സ്വീഡനിലേക്ക് ഫെറി ഉള്ളതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഫെറി ഇവിടെ നിന്നാണ്, വാസയിൽ നിന്നാണ്. വാസയിൽ നിന്ന് ഒമിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വാസ ഇറങ്ങണം. ഇതിലുണ്ടായിരുന്ന വേസ്റ്റ് വാസ 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 എന്ത് സ്ഥലമല്ലേ വാസ. ഇതെന്തൊരു അടിപൊളി ട്രെയിനായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാസ ഇറങ്ങി ബാക്കി നമുക്ക് പ്രിൻസിനെ കാണുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സീ ഗൈസ്, ബൈ.